ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ബൂസ്റ്റ് പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ആരും കടയിലൊന്നും പോയിട്ട് ബൂസ്റ്റ് വാങ്ങി കാശൊന്നും കളയേണ്ട, ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, കുറച്ച് പീനട്ട്, അതായത് നമ്മുടെ നിലക്കടലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ കൂടുതൽ അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പോ ബദാമൊന്നും ഇല്ലെങ്കിൽ കൂടിയും വെറും നിലക്കടല ആയാലും മതി കേട്ടോ. ഇനി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ ആട്ടപ്പൊടി, 3 ടേബിൾ സ്പൂൺ നമ്മൾ കേക്കിലെല്ലാം ഉപയോഗിക്കുന്ന കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് 5-6 സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ പാലിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സാണ് കേട്ടോ, വറുത്ത നട്ട്സ് തന്നെയാണ്. ഇനി ഞാൻ ഈ നട്ട്സ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫൈൻ പൗഡറൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി പൊടിച്ച നട്ട്സ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച 3 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കണം, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോ ഒന്ന് വറുത്താൽ മതി. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു വറുത്ത പൊടിയുടെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അതും കൂടെ ചേർത്ത് ഒന്ന് വറുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വറുത്ത നട്ട്സ് എടുത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇനി നിങ്ങൾ വറുക്കാത്ത നട്ട്സാണ് എടുക്കുന്നതെങ്കിൽ അത് നട്ട്സ് ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഗോതമ്പ് പൊടി ഒന്ന് വറുക്കുക. എന്നിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ നട്ട്സും കൂടെ ഒന്ന് ചേർത്ത് 2-3 മിനിറ്റിനും വറുത്തതിന് ശേഷം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നട്ട്സും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നട്ട്സ് പൊടിച്ച അതേ ജാറിൽ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടിയും ആ നട്ട്സിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പഞ്ചസാരയും കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടിട്ട് അടിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, കുറച്ചായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ അടിക്കുകയാണെങ്കിൽ ഈ നട്ട്സിലുള്ള ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതെല്ലാം പുറത്ത് വന്നിട്ട് ഇങ്ങനെ കട്ടകട്ടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെല്ലനെ ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ, കുറച്ചായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് പുറത്ത് വെച്ചാൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ 1 മാസം വരെ കേടുകൂടാതൊക്കെ ഇരിക്കും കേട്ടോ. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി നമുക്ക് പാലിൽ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല ചൂട് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നല്ല ചൂട് പാലിൽ വേണം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഹെൽത്തിയാണ്, ഹോം മെയ്ഡാണ്, മാത്രമല്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മക്കൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.